വേനൽ ചൂടും ഇലക്ഷൻ ചൂടും കൂടെ നെട്ടോട്ടം ഓടുന്ന നാട്ടുകാർ. നമുക്ക് ചോദിച്ചറിയാം, ഈ ഇലക്ഷനിൽ ജനങ്ങൾ ആർക്കൊപ്പം? ഇലക്ഷൻ വരെയാണ് ഈ ആഴ്ച. ഈ വരുന്ന ഇലക്ഷനിൽ നിങ്ങൾ ആർക്കൊപ്പമാണ്? ഞാനൊരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്. ഇപ്പം ക്രിസ്ത്യാനികൾക്ക് അവിടെ ഇത് ആരാധനാലയങ്ങൾ വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അടച്ചുപൂട്ടി. അതിനെതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഇനി അടുത്ത് വരേണ്ടത്. നല്ല ഭരണത്തിന് നമ്മൾ നല്ല വ്യക്തിക്ക് വോട്ട് ചെയ്യും. ഭരണം തുടർന്ന് വരുന്ന മുന്നണിക്കൊപ്പം ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ കോൺഗ്രസ് എല്ലാവരെയും എല്ലാ മതവിഭാഗങ്ങളെയും ഒന്നായിട്ട് കാണുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയ്ക്ക് വേണ്ടി ആണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. ഇലക്ഷൻ ആർക്കൊപ്പമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ UDF-നൊപ്പമാണെന്ന് പറയാം, അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പമാണെന്ന് പറയാം. തീർച്ചയായും ഈ വരുന്ന ഇലക്ഷനിൽ BJP അധികാരത്തിൽ വരണമെന്നൊരു ആഗ്രഹമാണുള്ളത്. ഞാൻ കോൺഗ്രസിനോടൊപ്പമാണ്. ഞാൻ LDF ഗവൺമെൻറ് കുഴപ്പമില്ല, നമുക്ക് സപ്പോർട്ടാണ്. അങ്ങനെ ചോദിച്ചാൽ നമ്മളെ വോട്ട് ചെയ്യുന്നത് ആർക്കാണെന്ന് പുറത്ത് പറഞ്ഞൂടെ. ഞാൻ കോൺഗ്രസ് വരും. ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു 3 മാറ്റങ്ങൾ പറയാമോ? ഒരെണ്ണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബാലറ്റ് പേപ്പറിലേക്ക് ആക്കണം ഇലക്ഷൻ എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഇപ്പോൾ നമ്മൾ പോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഈ കണ്ട കാസർഗോഡിലും അതേപോലെ തന്നെ പത്തനംതിട്ടയിലും 9 വോട്ട് ചെയ്തപ്പോഴേക്കും ബാലറ്റ് പേപ്പറിലേക്ക് വന്നപ്പോഴേക്കും 10ആയി. കാരണം ഈ 2 സ്ഥലത്തും BJPക്കാണ് ഓരോ ഇതും, അതായത് ഇലക്ട്രലല്ല മറ്റേ പേപ്പർ വരില്ല, ഓരോ എക്സ്ട്രാ ആയിട്ട് ഒരെണ്ണം കൂടി വന്നത് BJPക്കാണ്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസായ മിക്ക കൺട്രീസ്, കാനഡ ഉൾപ്പെടെയുള്ള മിക്ക കൺട്രീസും ബാലറ്റ് പേപ്പറിലാണ്. US-ലാണെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ ബാലറ്റ് പേപ്പറാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇന്ത്യ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയും ഏറ്റവും വലിയ ഇലക്ഷൻ നടക്കുന്ന ഇന്ത്യ പോലും ഇതാണ്. ഇതിൻ്റെ ഡെയിലി ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആണ്. ഒരു അഴിമതി അല്ലെങ്കിൽ ഒരു ഇത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് മാറ്റണം, ഇതിനൊരു മാറ്റം വരണമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. 3 മാറ്റങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എയർപോർട്ടിൻ്റെ ഇത് തന്നെ ഒരു ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഫസ്റ്റ് വരേണ്ടത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖവും പിന്നെ ഹൈവേ ഇത് 3മാണ് ഉദ്ദേശിച്ചത്. അതെന്തായാലും അദ്ദേഹം ജയിച്ച് വന്നു കഴിഞ്ഞാൽ അത് മസ്റ്റായിട്ട് അദ്ദേഹം കൊണ്ടുവരും. അത് UDF ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നത്. അത് UDF ഗവൺമെൻറ് തന്നെ അത് നടപ്പിലാക്കുകയും ചെയ്യും. ഡീസലിൻ്റെയൊക്കെ വില, പെട്രോളിൻ്റെയൊക്കെ വില കുറയുമെന്നൊരു പ്രതീക്ഷ, ആ ഒരു ഇത്. പിന്നെ നമുക്ക് വേണ്ടി ഇനി കേന്ദ്രത്തിനോട് സംസാരിക്കാൻ നമ്മുടെ പാർട്ടിയിൽ നിന്നുള്ള ഒരാളുണ്ടാവുക, അത്രയും ഒരു ഇതാണ്. മറ്റുള്ളവർ അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ കേന്ദ്രത്തിന് എതിരായിട്ടുള്ള ഒരു പാർട്ടി വന്നാൽ മാത്രമേ നമുക്ക് എതിർത്ത് സംസാരിക്കത്തുള്ളൂ. മറ്റത് അവർക്കുള്ള സപ്പോർട്ട് അവരുടെ പാർട്ടിക്കാരാകുമ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഓരോ ദിവസവും തള്ളി കൊണ്ടുവന്നത് അവർ അതിൻ്റേതായ ബുദ്ധിമുട്ട് സ്ട്രഗിളിങ് അനുഭവിച്ചാണ് ഓരോരുത്തർ ജീവിക്കുന്നത്. അവർ നമുക്കിവിടെ നിന്ന് 10 രൂപ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാണ് നമ്മളിവിടെ ഓട്ടോ സ്റ്റാൻഡിൽ വരുന്നത്. ഇപ്പോൾ ഓട്ടോ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പം 10 രൂപ ബസ് ഇറങ്ങി ഇപ്പം നമുക്ക് പൊതുവിലെ ഓട്ടവും കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ഓട്ടോ ആയാലും അങ്ങനെ ട്രിവാൻഡ്രം ആയതുകൊണ്ട് പറയല്ല, ശരിക്കും മീറ്റർ ഇട്ട് ഓടേണ്ട സാധനമാണ്. നമ്മൾ മീറ്റർ എന്തുകൊണ്ട് ഇടുന്നില്ല ചേട്ടാന്ന് ചോദിച്ചാൽ നമ്മളുടെ എതിരെയാണ് റേസ് ആവുക. മീറ്റർ ഇട്ട് ഓടുന്നതിന് മാത്രമല്ല, മീറ്റർ ഇപ്പോൾ ഇട്ട് അവർ ഓടി ഒരു 60 രൂപയായ അവർ നമ്മുടെ കയ്യിൽ നിന്ന് 70 രൂപ വാങ്ങിക്കും. നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എങ്ങനെയൊക്കെ പോയാലും ഇവിടെ അത്ര ഓടുമ്പം എന്നാൽ പിന്നെ മീറ്റർ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വരണം. നമ്മൾ പിന്നെ പോകുമ്പോൾ അവർ സർക്കാരിനെയാണ് നമ്മളോട് ചീത്ത പറയാം, ഇവരങ്ങനെ വന്നിട്ട് ഇവരെത്ര നാളെ ഇങ്ങനെ ആക്കിയിട്ട് കുണ്ടും കുഴിയിലൂടെ ഞങ്ങൾ പോകണ്ടേ. ശരിക്കും നമ്മളും കൂടെ ആണ് അതിലൂടെ ബാധിക്കുന്നത്. 3 മാറ്റങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങൾ നോക്കാം. തിരുവനന്തപുരത്തിൻ്റെ അകത്ത് റോഡിൻ്റെ അകത്താണ് കച്ചവടം നടക്കുന്നത്. ഇത് മറ്റൊരു നഗരത്തിലുമില്ല. പല കാര്യങ്ങളിലും റോഡുകൾ, ഗതാഗത സംവിധാനം, സ്വീവേജ് സംവിധാനം. നഗരം എന്ന് പറയുന്നു പല വാർഡുകളെയും നമ്മൾ 100 വാർഡെന്നാണ് പറയുന്നത്. ഈ 100 വാർഡിൽ ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പ് സ്വീവേജ് സംവിധാനം വന്നതല്ലാതെ മറ്റു പ്രദേശങ്ങൾ, ഞാൻ കോർപ്പറേഷൻ്റെ 56-ാമത്തെ വാർഡിൽ 25 വർഷം കൊണ്ട് കരം കൊടുക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ പ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഈ പല കാര്യങ്ങളും വന്നിട്ടില്ല. കാരണം കോർപ്പറേഷനിലേക്ക് ഗ്രാമമേഖലകളെ കൂട്ടിച്ചേർത്ത് കോർപ്പറേഷൻ വലുതായി എന്നും അത് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയും അല്ലാതെ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ജനങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ജനങ്ങളെ എങ്ങനെ പരിവർത്തനം ചെയ്ത് അവരുടെ അടിസ്ഥാന ജീവിത സാഹചര്യങ്ങൾ ഉയർത്താമെന്നുള്ളത് ഒരു ലക്ഷ്യവുമില്ല. അങ്ങനെ ഒരു ലക്ഷ്യം ഇവിടുത്തെ ഭരിക്കുന്ന കോർപ്പറേഷനോ ഇവിടുത്തെ നേതാക്കന്മാരോ ആറ്റുകാൽ റോഡ് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. ഏത് പാർട്ടി വന്നാലും അവരെന്തെങ്കിലും പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അതാദ്യം നടത്തണം.
അല്ലാതെ ഫേക്ക് പ്രോമിസ് കൊടുത്തിട്ട് ജനങ്ങളെ ആശ്വസിപ്പിക്കുന്നത് ശരിയല്ല. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ ഒരു പക്ഷേ ചെയ്ത് കാണിച്ചിട്ട് അതിൻ്റെ പകുതിയെങ്കിലും ഒന്ന് ചെയ്ത് കാണിച്ചില്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചാൽ ജനങ്ങൾക്ക് പകുതി വിശ്വാസമെങ്കിലും വരും. അതിനുശേഷം ഏത് പാർട്ടിയാണോ കയറുന്നത് അവരത് ചെയ്യട്ടെ. ഇപ്പോൾ ഇവിടുത്തെ റോഡ് വികസനം നല്ല വികസനമാണ്. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കുള്ള കൂടുതൽ ബെനിഫിറ്റ്സ്, അതിപ്പോൾ റേഷൻ അങ്ങനെയായാലും, അതുപോലെ മെയിനായിട്ട് റോഡ്, പാർപ്പിടങ്ങൾ, അതുപോലെ മറ്റുള്ള വികസന കാര്യങ്ങൾ മോദിയുടെ ഒരു വികസന പ്രകടന പത്രികയിലുണ്ട്. അത് എന്തായാലും തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരയോട് നടപ്പിലാക്കും. മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ വിഷയം വിഴിഞ്ഞം തുറമുഖം അത് പൂർണ്ണമാക്കണം. ഇപ്പോൾ രണ്ടാമത്തത് പറയണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയില്ല, അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്യും. ഒരു വിശ്വാസം പന്നീൻ രവീന്ദ്രനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം. തിരുവനന്തപുരത്ത് നമ്മളെ ഇപ്പോൾ റോഡുകൾ ഇതാവണം. പിന്നെ നമ്മുടെ മഞ്ചാടിയുടെ കാലത്ത് വന്ന മറ്റേ ഇതുണ്ട്, വിഴിഞ്ഞ ഹാർബറുണ്ട്, അതിനൊക്കെ ഡെവലപ്പ് ചെയ്യണം. പിന്നെ നമ്മുടെ മറ്റേത് കുറേ കൂടെ ഡെവലപ്പ് ചെയ്യണം. സിറ്റി കുറേ കൂടെ ഇതാവണം. കഴിഞ്ഞ ടൈമിൽ നമുക്ക് ഒരുപാട് വികസന വാഗ്ദാനങ്ങൾ വരാറുണ്ടല്ലോ. വാഗ്ദാനങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്, പക്ഷെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ 15 വർഷം ശശി തരൂർ ഇവിടെ ഇരുന്നിട്ടും ഒന്നും ചെയ്തിട്ടില്ല. ഈ ഹൈ മാർട്സ് ലൈറ്റ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. കാരണം പ്രത്യേകിച്ച് വികസനങ്ങളൊന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഈ സർക്കാർ ഓഫീസിലും ലൈക്ക് പോലീസ് സ്റ്റേഷനിലായാലും ഇപ്പം എത്രത്തോളം അവർ ഫ്രീ ആണെന്ന് പറഞ്ഞാലും ഇപ്പം സ്റ്റിൽ എനിക്കായാലും അവിടെ പോയി ഭയങ്കര റൂഡായിട്ടുള്ള ഇപ്പോഴും ഉണ്ട്, എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര റൂഡായിട്ട് നമ്മളൊരു വിലയില്ലാത്ത പോലാണ്. അപ്പോൾ അതിൽ ഒരു ആരെങ്കിലും കൊണ്ടുവന്ന് ഇപ്പം ഗണേഷ് കുമാർ KSRTCയിൽ വന്ന പോലെ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഒരു മാറ്റം വരണമെന്ന് വികസനം കൊണ്ടുവന്നുള്ള വികസനം പല സ്ഥലങ്ങളിലും ഈ കടത്ത്, അതായത് പാലങ്ങളില്ലാത്ത സ്ഥലത്ത് കടത്ത് വഞ്ചികൾ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒട്ടോട് ഈ മറ്റേ ലൈറ്റ് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഈ ഹൈവേ റോഡിന് വേണ്ടിയിട്ടും റോഡിൻ്റെ മെയിനായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ട് അയാൾ മുൻകൈ എടുത്തിട്ടുണ്ട്. കാരണം മെയിനായിട്ട് കേന്ദ്രത്തിൽ മോഡി സർക്കാരിൻ്റെ ഒരു മോഡി ഗ്യാരണ്ടി, അതിപ്പോൾ പാവപ്പെട്ടവരുടെ മേഖലയിലായാലും നമ്മളെ വികസനങ്ങളുടെ മേഖലയായാലും, ഇപ്പോൾ ഹൈവേ, അതുപോലെ പാവപ്പെട്ടവർക്കുള്ള സൗജന്യ റേഷൻ, അതുപോലെ പഴയതുപോലെ പെട്രോളിൻ്റെ അത്യാവശ്യം റേറ്റ്, ഗ്യാസ്, ഉജ്ജ്വല യോജന, അങ്ങനെ നിരവധി വികസന നേട്ടങ്ങൾ മോദി ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു 5 വർഷത്തേക്ക് കൂടി മോദി ഗവൺമെൻറ്റിന് ഇവിടെയാണെങ്കിൽ ചന്ദ്രശേഖരൻ സാറിന് അദ്ദേഹം ഇപ്പോഴൊരു മിനിസ്റ്ററാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്ന വാഗ്ദാനങ്ങളൊന്നും ഇവിടെ ഒന്നും കറക്റ്റായിട്ട് ആരും ചെയ്തിട്ടില്ല. ഇപ്പോൾ കേന്ദ്രത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പെട്രോളിൻ്റെ വില അറിയാം. അപ്പോൾ BJPയുടെ അവരുടെ കഥ ഇതാണ്. പിന്നെ ഗ്യാസിനായിരുന്നാലും എല്ലാത്തിനും വില കൂടി പോകുന്നതല്ല. സാധാരണ നമ്മൾ ഓട്ടോ ഡ്രൈവർമാരാണ്. ഓട്ടോ സ്റ്റാൻഡിലുള്ളവർക്ക് അതിൻ്റേതായ ഒരു മുൻഗണന ഉണ്ടാവണം. ഇപ്പം 10 രൂപ ബസ് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ആർക്കും ഓട്ടോ ഇല്ല. പൊതുവിൽ നമ്മൾ ഓരോ ദിവസവും തള്ളി കൊണ്ടുവന്നത് അവർ അതിൻ്റേതായ ബുദ്ധിമുട്ട്, സ്ട്രഗിളിങ് അനുഭവിച്ചാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സംഘടിച്ചെത്തുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തെ ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് പ്രയാസപ്പെട്ടു പോകുന്നു. ക്ഷേത്രം 50 വർഷമായിട്ട് ക്ഷേത്രം വലിയ പ്രശസ്തിയിലിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് പോലും നമുക്ക് പോകുന്നതിന് 6 മീറ്റർ പോലും ഇല്ലാത്ത റോഡാണ്. ഇവിടെ എന്ത് വികസനമാണ് ഉണ്ടായത്? ഇപ്പോൾ അദ്ദേഹം നിലവിലുള്ള വികസന നേട്ടങ്ങൾ കഴിഞ്ഞ 10 വർഷമായി തരൂർ സാറാണ് ഇവിടെ ഭരിക്കുന്നത്. പക്ഷേ വേണ്ടത്ര വികസന നേട്ടങ്ങൾ പാവപ്പെട്ടവർക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുകയാണെങ്കിൽ ഒരു ഒരു സെൻട്രൽ മിനിസ്റ്റർ ഇവിടെ എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ മോദി ഗവൺമെൻറ് ഒരു സപ്പോർട്ടും ഉണ്ടാവും. വികസനം ഉണ്ടായെന്ന് പറയുന്നത് ആ വികസനം കാണിക്കുന്നുണ്ട്. ഹൈവേ ഉണ്ടായെന്നാണ് പറയുന്നത്. ഹൈവേ ഭാരതം മുഴുവനും ഉണ്ടായി. ഭാരതം മുഴുവനും ഉണ്ടായ വികസനം അത് ഒരു പ്രദേശത്തിൻ്റെ മാത്രം വികസനമായിട്ട് പറയാൻ പറ്റും അല്ലേ? കേരള ഭരണത്തിൽ വെച്ചാൽ കോൺഗ്രസിൻ്റെ മറ്റേ അവരാണ് നമ്മളെ ഇത് കൊണ്ടുവന്ന തൊഴിൽ പാർട്ടിക്ക് അവർ പൈസ ഇത് കൊടുത്തത് അവരെ പരിപാടിയാണ്. പിന്നെ തൊഴിൽ വേതന ഇപ്പോൾ കൊടുക്കുന്നത് അവരെ പരിപാടിയാണ്. പിന്നെ അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 500 രൂപ എന്നുള്ളത് ഇപ്പോൾ 1600 ആയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ
ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പന്നിൻ്റെ ഇന്ന് 2004 ട്രിവാൻഡ്രം MP ആയിരുന്നപ്പോഴും കുറേ വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് പഠിത്തം ഇതിലൊരു വലിയ കാര്യമല്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ജോലിയുടെ ഇപ്പം ഞാൻ സെക്രട്ടറിൻ്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. അവിടെ ഇന്ന് ഒരു ദിവസമില്ല സമരം ഇല്ലാത്തത്. ശരിക്കും അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇന്ന് ആ സർക്കാരിനെ നമ്മൾ ശപിച്ചു പോകും. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഈ പറഞ്ഞ പോലെ തൊഴിലില്ലായ്മ ഉണ്ടല്ലോ, ഇത് മാറ്റാൻ എന്താ ചെയ്യാൻ പറ്റുക? സർക്കാർ പെർസ്പെക്റ്റീവ് റിട്ടയർമെൻറ്റ് എന്തിനാ ഇത് ഇത്രയും വർഷം റിട്ടയർമെൻറ്റ് ഇങ്ങനെ കൂട്ടിയിട്ട് ഇപ്പോൾ അവരുടെ തന്നെ കുറേ റാങ്ക് ലിസ്റ്റ് ഇട്ടുകൊണ്ടാണ് കട്ട് ഓഫ് കുറേ കുറച്ചു, അതുകൊണ്ടൊക്കെയാണ്. പിന്നെ റിട്ടയർമെൻറ്റ് ഇപ്പോൾ പൊളിറ്റീഷ്യൻസിൻ്റെ കാര്യത്തിലായാലും പുതിയവർക്ക് വരാനുള്ളൊരു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള അവർക്ക് പുതിയൊരു വരണമെന്നുണ്ടെങ്കിൽ പഴയൊരു ഒഴിഞ്ഞു കൊടുക്കണ്ടേ? ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ അവർ പ്രിവിലേജ്ഡ് ആയതുകൊണ്ട് പല കാര്യങ്ങളും അവർക്ക് ബാധകമല്ല. അത് കോമൺ ജനങ്ങളിലേക്ക് വരുമ്പോഴത്തേനും ജനങ്ങൾക്ക് മാത്രം ബാധകമാകുന്നു. അവർക്ക് ഈസി ആയിട്ട് പലതും നടത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. താഴെത്തട്ടിലുള്ള ആൾക്കാർ ഒട്ടും താഴെത്തട്ട് പോട്ടെ, ഇപ്പം സാധാരണ ജനങ്ങളിലേക്ക് തന്നെ വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും കിട്ടുന്നില്ല. പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലേക്ക് മാത്രം അത് ഒതുങ്ങി പോകുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ അത് മാറണം. ചേട്ടൻ ഇപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങളെ പറ്റി എന്താ പറയാനുള്ളത്? തൊഴിലവസരങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അത് സർക്കാർ PSCക്ക് വിടുന്നുണ്ട്. പക്ഷേ PSC നിയമനങ്ങൾ പറഞ്ഞില്ല. അതും സർക്കാർ കൊടുക്കുന്ന നിയമനങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അതിൽ PSCയിൽ ഇത് ടെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന റാങ്ക് ലിസ്റ്റിലുള്ള ഇഷ്ടംപോലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുകളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പ്രചോദനമായിട്ട് ഒരു ജോലി അവർക്ക് ഗവൺമെൻറ് അത് അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. പക്ഷേ പല പല മേഖലകളുണ്ടല്ലോ. ഇപ്പം പഠിക്കുന്ന കാര്യങ്ങളായാലും ഒരുപാട് ഡിഗ്രികളുണ്ട്. ഇപ്പം അത്ര വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടോ? അതിനുള്ള സാധ്യതക്കാർ ഒരുപാട്. അപ്പോൾ പുതിയ തലമുറയിൽ കുറേ ആൾക്കാരും പുറത്തെ രാജ്യങ്ങളിലേക്ക് ജോലി അന്വേഷിച്ച് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് ഇവിടെ അതിനുള്ള അവസരങ്ങളില്ലാത്തതുകൊണ്ടല്ലേ? അവസരങ്ങളില്ലാത്തതുകൊണ്ടല്ല, അവസരങ്ങൾ സൃഷ്ടിക്കാത്തതുകൊണ്ടാണ്. സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ പുറത്ത് പോകുന്നവരെല്ലാം ഇവിടെ കേരളത്തിനകത്ത് ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ടാകും. ഇപ്പോൾ ഈ പുതുതലമുറ എന്ന് പറയുന്നത് അവർക്ക് വിദേശത്ത് പോവുക, അവിടുത്തെ കൾച്ചറുമായിട്ട് ജീവിക്കുക, അവിടെ സെറ്റിലാവുക എന്നുള്ളതാണ് ഉദ്ദേശം. അതായത് നമ്മുടെ കേരളത്തിൽ അവസരങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയിൽ അവസരങ്ങൾ ഉണ്ടായിട്ടും അവസരങ്ങൾ കൊടുക്കുന്നില്ല. അതാണ് വിദ്യാഭ്യാസം ഇവിടെ ഉണ്ടെങ്കിലും അവർക്ക് അതിൻ്റെ പ്രയോജനം ജോലി ഒന്നും കിട്ടുന്നില്ല. തൊഴിലവസരങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ മിക്കവരും പുറത്താണ് ഇപ്പോൾ പഠിക്കാനായി തന്നെ പോകുന്നത്. ജോലിക്ക് മാത്രമല്ല പഠിക്കുക. അവർ പുറത്ത് പഠിക്കാൻ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു എൻവയോൺമെൻറ്റായിട്ട് പൊരുത്തപ്പെടാനും അവിടെ ഒരു ജോലി ഏർപ്പാടാക്കി കിട്ടാൻ വേണ്ടിയാണ്. കാരണം ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിലായാലും അൺഎംപ്ലോയ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കും. അൺഎംപ്ലോയ്മെൻറ്റ് മാത്രമല്ല അണ്ടർ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്ത് എടുക്കുന്ന ഒരു ജനപ്രതിനിധിക്ക് ഇതിനൊരു സൊല്യൂഷൻ എന്ത് കൊണ്ടുവരാൻ പറ്റും? ജനപ്രതിനിധി അല്ല, അത് ഏത് മന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭയാണോ അവർ ഇപ്പോൾ വളർന്നു വരുന്ന ആ യുവതലമുറക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ട ഒരു ബേസ് ഇവിടെ ഇന്ത്യയിൽ തന്നെ. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഇന്ത്യയിലായിട്ടുള്ള ഒരു ഔട്ട്കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതായത് ഇവിടെ സ്കിൽഡും ഡെവലപ്ഡ് ആയ ആൾക്കാരുണ്ട്, പക്ഷേ അവർ കുറഞ്ഞ എംപ്ലോയ്മെൻറ്റിന് വേറെ സ്ഥലത്ത് പോകേണ്ട തന്നെ. പക്ഷേ നമുക്കൊരിക്കലും ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് ഇന്ത്യയിൽ നിന്ന് അവരൊന്ന് എന്താ പറയുക ഡെവലപ്പ് ചെയ്യാനോ അവരെ കൊണ്ട് യൂസ് ചെയ്യാനോ ആ കാലിബർ ഉള്ളതിന് അവർ പൊട്ടൻഷ്യലി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് നേരെ വണ്ണം നല്ല നല്ല ലീഡേഴ്സും നല്ല നല്ല ആൾക്കാരും മേളിൽ വന്നിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ അമ്പലം പണിതുകൊണ്ടോ ഇതുകൊണ്ട് സ്റ്റാച്ചു ഇടുന്നുണ്ടോ? സ്റ്റാച്ചു ഒക്കെ പണി ശരിയാണ്, ടൂറിസമായിട്ട് പണിയണം. പക്ഷേ ആദ്യം നമ്മൾ ചെയ്യേണ്ട കുറേ നെസസറി ആയ കാര്യങ്ങളുണ്ട് ബേസ് ലെവലിൽ. അത് ചെയ്തിട്ട് വേണം ഓരോന്നും ചെയ്യാനായിട്ട്. തൊഴിലില്ലായ്മ ഒരു പ്രതിസന്ധി തന്നെയാണ്. അതിനുവേണ്ടി ഒരു കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറമെ യൂത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മീൻസ് കുറച്ച് പ്രോജക്ട്സ് എന്തായാലും കേന്ദ്രം നടപ്പിലാക്കുന്നുണ്ട്. അടുത്ത നെക്സ്റ്റ് ഒരു 5 years കൂടി കൊണ്ട് അത് ഡെവലപ്പായിട്ട് വരും. അല്ല, തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പലതരത്തിലുള്ള ഡിഗ്രി പഠിച്ച ഒരുപാട് പിള്ളേർ ഇറങ്ങുന്നുണ്ട്. എല്ലാ തരത്തിലും ഉള്ള ജോലി അവസരങ്ങൾ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, തോന്നിയിട്ടുണ്ട്. പൊതുവേ ഇപ്പോൾ എല്ലാവരും എമിഗ്രേറ്റ് ചെയ്യുകയെന്നോ പുറത്തുള്ള നാട്ടിലേക്ക്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കേരളത്തിലായാലും പഠിക്കുന്ന പുറമേയുള്ള സ്റ്റേറ്റ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേക ഒരു പ്രൊജക്ട്സ് സർക്കാർ സെൻട്രൽ മിനിസ്ട്രി നടപ്പിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ശരിയാണ്. ഞാനും 2 വർഷം ജോലി ഇല്ലാതിരുന്നിട്ടാണ് ഇപ്പോഴാണ് ഒരു ജോലി കിട്ടുന്നത്. അത് തന്നെ നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ ഓഫ് കോഴ്സ് ആൾക്കാർ ഇവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കും. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്ന് തോന്നുമ്പോഴാണ് എല്ലാവരും പുറത്തോട്ട് പോകുന്നതും. പിന്നെ ഇവിടെ നിൽക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഇൻകവും അത്രയ്ക്ക് വരുന്നില്ല. അതായത് നമ്മൾ പുറത്ത് പോയി ഒരു 2-3 വർഷം ജോലി ചെയ്തിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 10-15 ഇരട്ടി നമുക്കുണ്ടാകും. ഇവിടെ തൊഴിലില്ലായ്മയ്ക്കുള്ള കാരണം ഇവിടെ അവസരങ്ങൾ ഇല്ല. ആക്ച്വലി ലൈക്ക്
ഇപ്പോഴും ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഡെവലപ്പിംഗ് കൺട്രി എന്ന് തന്നെയാണ് നമ്മൾ ഒന്നാം ക്ലാസ്സോട് ഞാൻ പാസ്സായി വരുന്നവരെ ഡെവലപ്പിംഗ് കൺട്രി എന്ന് മാത്രമേ ഇന്ത്യയെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ പൂർണ്ണമായിട്ടൊരു ഡെവലപ്ഡ് കൺട്രി ആയാലേ അതിൻ്റെ തൊഴിലവസരങ്ങൾ വരത്തുള്ളൂ. പിന്നെ അതുപോലെ സെമി കണ്ടക്ടറും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ US മറ്റുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ ടെക്നോളജീസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞത്. നമ്മളിപ്പോൾ അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം അതൊക്കെ ആ ഒരു കുറേ ഫീൽഡ് വരുവാണെങ്കിൽ കുറച്ചുകൂടെ തൊഴിലവസരം വരുന്നത് തന്നെ ചെയ്യും. പിന്നെ അതുമില്ലാതെ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ML AI എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ പുതിയ ഫീൽഡ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് പഠിക്കുന്നവർക്ക് തൊഴിൽ കിട്ടും, അല്ലാത്തവർക്ക് വേറെ എന്തെങ്കിലും നോക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ.